ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന. 54-ാം ദിവസം ലേവായരുടെ കടമകൾ. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 3-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 3-ാം അധ്യായം, 87-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. പുരോഹിത ശുശ്രൂഷയ്ക്കായി മാറ്റി നിർത്തപ്പെട്ട ലേവി ഗോത്രത്തിന് നൽകപ്പെടുന്ന കടമകൾ എന്തൊക്കെയാണെന്ന് ഇന്നേ ദിവസം നാം മനസ്സിലാക്കുന്നു. ഒപ്പം ദൈവസന്നിധിയിൽ നമ്മുടെ പ്രതിനിധികളായി നിൽക്കാൻ വിളി കിട്ടിയവരായ പുരോഹിതന്മാർക്ക് കൊടുക്കേണ്ട ബഹുമാനത്തെയും പ്രാർത്ഥനകളെയും കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. യുടെ പുസ്തകം 3-ാം അധ്യായം. അഹ്റോൻ്റെ പുത്രന്മാർ. കർത്താവ് സീനായി മലയിൽ വെച്ച് മോശയോട് സംസാരിച്ച വേളയിൽ അഹ്റോൻ്റെയും മോശയുടെയും വംശാവലി ഇവയായിരുന്നു. അഹ്റോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയാണ്: ആദ്യജാതനായ നാദാബും അബിഹു, എലയാസർ, എത്താമർ എന്നിവരും പുരോഹിത വൃത്തി ചെയ്യുന്നതിന് പ്രതിഷ്ഠിതരായ അഭിഷിക്ത പുരോഹിതനായ അഹ്റോന്യരുടെ പേരുകളാണിവ. എന്നാൽ സീനായി മരുഭൂമിയിൽ വെച്ച് കർത്തൃസന്നിധിയിൽ നാദാബും അബിഹുവും നിഷിദ്ധാഗ്നി അർപ്പിച്ചപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് മൃതിപ്പെട്ടു. അവർക്ക് പുത്രന്മാരില്ലായിരുന്നു. എലയാസറും ഇത്താമറും തങ്ങളുടെ പിതാവായ അഹ്റോൻ്റെ സാന്നിധ്യത്തിൽ പുരോഹിത വൃത്തി ചെയ്തു. ലേവായരുടെ കടമകൾ. കർത്താവ് മോശയോട് പ്രകാരം വചിച്ചു: നീ ലേവി ഗോത്രത്തെ അടുത്തു വരുത്തി പുരോഹിതനായ അഹ്റോൻ്റെ മുമ്പിൽ നിർത്തുക. അവർ അവനെ സേവിക്കട്ടെ. ആലയ ശുശ്രൂഷ നിർവഹിക്കുന്നതിനായുള്ള അവൻ്റെ ചുമതലയിലും സമാഗമ കൂടാര സന്നിധിയിലുള്ള സമൂഹം മുഴുവൻ്റെയും ആവശ്യകതയിലും അവർ ജാഗരൂകരാകട്ടെ. സമാഗമ കൂടാരത്തിൻ്റെ സകല ഉപകരണങ്ങളിലും ആലയ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് ഇസ്രായേല്യരുടെ ചുമതലയിലും അവർ ശ്രദ്ധിക്കട്ടെ. അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും വേണ്ടി ലേവായരെ നീ നിയോഗിക്കുക. ഇസ്രായേല്യരിൽ നിന്ന് അവന് വിശേഷവിധിയായി നൽകപ്പെട്ടവരാണ് അവർ. നീ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും നിയമിക്കുകയും അവർ തങ്ങളുടെ പുരോഹിതധർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യണം. എന്നാൽ അതിന് മുതിരുന്ന അന്യൻ വധിക്കപ്പെടണം. കർത്താവ് മോശയോട് പ്രകാരം വചിച്ചു: ഇതാ, ഇസ്രായേല്യരിൽ നിന്ന് ഗർഭപാത്രം തുറക്കുന്ന ഓരോ ആദ്യജാതനും പകരമായി ഇസ്രായേല്യർക്കിടയിൽ നിന്ന് ലേവായരെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ലേവായർ എനിക്കുള്ളവരാണ്. എന്തെന്നാൽ ഓരോ ആദ്യജാതനും എൻ്റേതാണ്. ഈജിപ്ത് ദേശത്തെ ഓരോ ആദ്യജാതനെയും ഞാൻ പ്രഹരിച്ച ദിവസം ഇസ്രായേലിലെ മനുഷ്യൻ മുതൽ മൃഗങ്ങൾ വരെയുള്ള ഓരോ ആദ്യജാതനെയും എനിക്കായി ഞാൻ വേർതിരിച്ചു. അവർ എൻ്റേതാണ്. ഞാനാണ് കർത്താവ്. ലേവ്യരുടെ ജനസംഖ്യ. സീനായി മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ലേവ്യരെ അവരുടെ പിതൃഭവനം അനുസരിച്ചും കുടുംബങ്ങളനുസരിച്ചും നീ എണ്ണുക. 1 മാസവും അതിനുമേലും പ്രായമുള്ള ഓരോ പുരുഷനുമായാണ് അവരെ നീ എണ്ണേണ്ടത്. കൽപ്പിക്കപ്പെട്ടതുപോലെ കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം മോശ അവരെ എണ്ണി തിട്ടപ്പെടുത്തി. ലേവിയുടെ പുത്രന്മാർ തങ്ങളുടെ പേരുകളനുസരിച്ച് ഇവരാണ്: ഗർഷോൻ, കൊഹാത്ത്, മെറാറി. തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് ഗർഷോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയാണ്: ലിബ്നി, ഷെമനി. തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് കൊഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം, യസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. തങ്ങളുടെ കുടുംബങ്ങളനുസരിച്ച് മെറാറിയുടെ പുത്രന്മാർ മെഹ്ലി, മൂഷി. പിതൃഭവനമനുസരിച്ച് ലേവി കുടുംബങ്ങൾ ഇവയാണ്: ലിബ്നി കുടുംബവും ഷിമയി കുടുംബവും ഗർഷോൻ്റേതാണ്.
ഇവയാണ് ഗർഷോൻ കുടുംബങ്ങൾ. ഒരു മാസവും അതിൽ കൂടുതലും പ്രായമുള്ള എല്ലാ പുരുഷന്മാരുടെയും എണ്ണമനുസരിച്ചാണ് അവരുടെ അംഗസംഖ്യ. 7500. ഗർഷോൻ കുടുംബങ്ങൾ ആലയത്തിന് പിന്നിൽ പടിഞ്ഞാറായി പാളയമടിക്കണം. ഗർഷോന്യർക്ക് പിതൃഭവനമായ കായേലിൻ്റെ മകൻ എലിഫാസ. സമാഗമ കൂടാരത്തിൽ ഗർഷോന്യരുടെ ചുമതല ആലയം, കൂടാരം, അതിൻ്റെ ആവരണം, സമാഗമ കൂടാരവാതിലിൻ്റെ വിരി, അങ്കണമറകൾ, ആലയത്തോട് ചേർന്നും ബലിപീഠത്തോട് ചേർന്നും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ കവാടവിരി, അതിൻ്റെ ചരടുകൾ എന്നിവയുടെ എല്ലാ ജോലിയും സംബന്ധിച്ചതാണ്. അബ്രാം കുടുംബവും ഇസ്ഹാക്ക് കുടുംബവും ഹെബ്രോൺ കുടുംബവും ഉസിയൽ കുടുംബവും കൊഹാത്തിൻ്റേതാണ്. ഇവയാണ് കൊഹാത്ത് കുടുംബങ്ങൾ. ഒരു മാസവും അതിനുമേലും പ്രായമുള്ള ഓരോ പുരുഷനും എണ്ണത്തിൽ വിശുദ്ധ സ്ഥലത്തിൻ്റെ ശുശ്രൂഷ ചുമതലയുള്ളവർ 8600. കൊഹാത്തി കുടുംബങ്ങൾ പാളയമടിക്കേണ്ടത് ആലയത്തിൻ്റെ തെക്കുവശം ചേർന്നാണ്. കൊഹാത്ത് കുടുംബങ്ങൾക്ക് പിതൃഭവന നായകൻ ഉസിയേലിൻ്റെ മകൻ എലിസഫാൻ. അവരുടെ ചുമതല പേടകം, മേശ, വിളക്കുകാൽ, ബലിപീഠങ്ങൾ, അവർ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന വിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങൾ, തിരശീല എന്നിവയും അവയുടെ എല്ലാ ജോലിയും സംബന്ധിച്ചതാണ്. പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ എലയാസർ ലേവി നായകന്മാരുടെ നായകനായിരിക്കും. വിശുദ്ധ സ്ഥലത്തിൻ്റെ കാര്യവിചാരിപ്പുകാരുടെ മേൽനോട്ടക്കാരൻ. മഹ്ലി കുടുംബവും മൂഷി കുടുംബവും മെറാറിയുടേതാണ്. ഇവയാണ് മെറാറി കുടുംബങ്ങൾ. ഒരു മാസവും അതിനുമേലും പ്രായമുള്ള ഓരോ പുരുഷൻ്റെയും എണ്ണമനുസരിച്ച് അവരുടെ അംഗസംഖ്യ 6200. മെറാറി കുടുംബങ്ങൾക്ക് പിതൃഭവന നായകൻ അബിഹയിലിൻ്റെ മകൻ സൂരിയൽ. ആലയത്തിൻ്റെ വടക്കുവശം ചേർന്നാണ് അവർ പാളയമടിക്കേണ്ടത്. മെറാറിയരുടെ ശുശ്രൂഷ ചുമതല ആലയത്തിൻ്റെ ക്രാസികൾ, അഴികൾ, തൂണുകൾ, പാദകുടങ്ങൾ എന്നിവയും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും അവയുടെ എല്ലാ ജോലിയും, ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, കുറ്റികൾ, ചരടുകൾ എന്നിവയും സംബന്ധിച്ചതാണ്. ആലയത്തിന് മുന്നിലായി കിഴക്കുവശത്ത് സമാഗമ കൂടാരത്തിന് മുമ്പിൽ ഉദയദിശയിൽ പാളയമടിക്കേണ്ടത് മോശയും അഹ്റോനും അവൻ്റെ പുത്രന്മാരുമാണ്. ഇസ്രായേല്യരുടെ ആവശ്യത്തിനായി ശ്രീകോവിലിൻ്റെ കാര്യവിചാരിപ്പുകാരാണ് അവർ. എന്നാൽ അതിന് മുതിരുന്ന അന്യൻ വധിക്കപ്പെടണം. കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം മോശയും അഹ്റോനും ഒരു മാസവും അതിനുമേലും പ്രായമുള്ള ഓരോ പുരുഷൻ്റെയും എണ്ണമെടുത്തപ്പോൾ കുടുംബങ്ങളനുസരിച്ച് ലേവായരുടെ മൊത്തം അംഗസംഖ്യ 22,000 ലേവ്യർ ആദ്യജാതർക്ക് പകരം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേലിൽ ഒരു മാസവും അതിനുമേലും പ്രായമുള്ള ഓരോ ആൺകടിഞ്ഞൂലിനെയും എണ്ണിത്തിട്ടപ്പെടുത്തുക. അവരുടെ പേരുകളുടെ പട്ടിക തയ്യാറാക്കുക. ഞാനാണ് കർത്താവ്. എനിക്ക് വേണ്ടി നീ ലേവായരെ ഇസ്രായേലിലെ ഓരോ ആദ്യജാതനും പകരമായും ലേവായരുടെ മൃഗഗണത്തെ ഇസ്രായേല്യരുടെ മൃഗഗണത്തിൽ ഓരോ കടിഞ്ഞൂലിനും പകരമായും എടുക്കുക. കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേല്യരിലെ ഓരോ ആദ്യജാതനെയും എണ്ണിത്തിട്ടപ്പെടുത്തി. ഓരോ മാസവും അതിനുമേലും പ്രായമുള്ള ആൺകടിഞ്ഞൂലുകൾ മുഴുവൻ പേരുകളുടെ പട്ടികയിൽ അവരുടെ അംഗസംഖ്യ അനുസരിച്ച് 22,273 ആയിരുന്നു. കർത്താവ് മോശയോട് പ്രകാരം വചിച്ചു, നീ ലേവായരെ ഇസ്രായേല്യരിലെ ഓരോ ആദ്യജാതനും പകരമായും ലേവായരുടെ മൃഗഗണത്തെ അവരുടെ മൃഗഗണത്തിന് പകരമായും എടുക്കുക. ലേവായർ എനിക്കുള്ളവരാണ്. ഞാനാണ് കർത്താവ്. ലേവായർക്കിടയിൽ ശേഷിക്കുന്ന 273 പേരുടെ മോചനദ്രവ്യമായി ഇസ്രായേലിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് പ്രതിശീർഷം 5 ഷെക്കൽ നീ സ്വീകരിക്കണം. വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരമാണ് നീ സ്വീകരിക്കേണ്ടത്. 1 ഷെക്കൽ 20 ഗേരായാണ്. അവരിൽ അധികമുള്ളവരുടെ മോചനദ്രവ്യമായി ആ പണം അഹ്റോനും അവൻ്റെ മക്കൾക്കും നീ നൽകണം. ലേവായരാൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് പുറമെ ശേഷിക്കുന്നവരിൽ നിന്ന് മോചനത്തുകയായ പണം മോശ സ്വീകരിച്ചു. ഇസ്രായേല്യരുടെ കടിഞ്ഞൂൽ ഗണത്തിൽ നിന്ന് അവൻ സ്വീകരിച്ചത് വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 1365 പണമാണ്.
മോചനത്തുകയായ പണം കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം മോശ അഹ്റോനും അവൻ്റെ മക്കൾക്കും നൽകി, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ. നിയമാവർത്തന പുസ്തകം 3-ാം അധ്യായം. ബാഷാൻ രാജ്യം കീഴടക്കുന്നു. നമ്മൾ ബാഷാൻ്റെ വഴി ലക്ഷ്യമാക്കി കയറി ചെന്നു. അപ്പോൾ ബാഷാൻ രാജാവായ ഓഗും അവൻ്റെ ജനം മുഴുവനും എദ്രയിൽ വെച്ച് നമ്മെ നേരിടാൻ യുദ്ധത്തിന് പുറപ്പെട്ടു. എന്നാൽ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, അവനെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ അവനെയും അവൻ്റെ ജനം മുഴുവനെയും ദേശവും ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹെഷ്ബോണിൽ താമസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോനോട് നിങ്ങൾ ചെയ്തതുപോലെ ഇവനോടും ചെയ്യണം. അങ്ങനെ നമ്മുടെ ദൈവമായ കർത്താവ് ബാഷാൻ രാജാവായ ഓഗിനെയും അവൻ്റെ ജനം മുഴുവനെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതിജീവിക്കുന്നതായി ഒന്നും അവന് അവശേഷിപ്പിക്കാതെ നമ്മൾ അവനെ പ്രഹരിച്ചു. അവൻ്റെ എല്ലാ പട്ടണങ്ങളും അക്കാലത്ത് നാം പിടിച്ചടക്കി. അവരിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കാത്ത ഒരു പട്ടണവുമില്ലായിരുന്നു. ബാഷാനിലെ ഓഗിൻ്റെ രാജ്യം അർഗോബ് പ്രവിശ്യ മുഴുവനിലുമുള്ള 60 പട്ടണങ്ങളായിരുന്നു. തുറസായ ഒട്ടനവധി പട്ടണങ്ങൾക്ക് പുറമെ ഉയർന്ന കോട്ടകൾ, ഇരട്ടവാതിലുകൾ, ഓടാമ്പൽ എന്നിവയുള്ള ദുർഗമങ്ങളായ പട്ടണങ്ങളായിരുന്നു ഇവയെല്ലാം. ഹെഷ്ബോണിലെ സീഹോനോട് നാം പ്രവർത്തിച്ചതുപോലെ ഓരോ പട്ടണത്തിലെയും ആണുങ്ങൾ, പെണ്ണുങ്ങൾ, കുഞ്ഞുങ്ങൾ എന്നിവരെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ അവയെ ഉന്മൂലനാചാര വിധേയമാക്കി. എന്നാൽ സകല മൃഗത്തെയും പട്ടണങ്ങളുടെ കൊള്ള മുതലും നമുക്കായി നമ്മൾ കവർന്നെടുക്കുകയുണ്ടായി. അർണോൺ അരുവി മുതൽ ഹെർമോൺ മല വരെയുള്ള പ്രദേശം ജോർദാൻ്റെ മറുകരയുള്ള 2 അമോര്യ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് അക്കാലത്ത് നമ്മൾ പിടിച്ചെടുത്തു. സീദോൻകാർ ഹെർമോണിനെ വിളിക്കുന്നത് സിറിയോൻ എന്നാണ്. അമോര്യർ അതിനെ സെനീർ എന്ന് വിളിക്കുന്നു. ബാഷാനിലെ ഓഗിൻ്റെ പട്ടണങ്ങളായിരുന്നു എല്ലാ സമതല പട്ടണങ്ങളും, ഗിലെയാദ് മുഴുവനും, സൽക്കായും എദ്രേയും വരെയുള്ള ബാഷാൻ മുഴുവനും. റാഫാകളുടെ ശിഷ്ടഭാഗത്തു നിന്ന് ബാഷാൻ രാജാവായ ഓഗു മാത്രമേ അവശേഷിച്ചുള്ളൂ. ഇതാ അവൻ്റെ കട്ടിൽ ഇരുമ്പുകട്ടിലായിരുന്നു. അതല്ലേ അമോന്യരുടെ റബ്ബായിലുള്ളത്. പുരുഷൻ്റെ മുഴങ്കൈ അളവിൽ അതിൻ്റെ നീളം 9 മുഴമായിരുന്നു, വീതി 4 മുഴവും. ജോർദാന് കിഴക്കുള്ള അവകാശികൾ. അക്കാലത്ത് നമ്മൾ ഈ ദേശം കൈവശപ്പെടുത്തി. അർണോൺ അരുവിക്ക് സമീപമുള്ള അരോവേർ മുതലും ഗിലെയാദ് മലയുടെ പകുതിയും അതിൻ്റെ പട്ടണങ്ങളും ഞാൻ റൂബൻകാർക്കും ഗാദുകാർക്കുമായി കൊടുത്തു. ഗിലെയാദിൻ്റെ ബാക്കിയും ഓഗിൻ്റെ രാജ്യമായിരുന്ന ബാഷാൻ മുഴുവനും ഞാൻ മനാസയുടെ ഗോത്രപാതിക്ക് നൽകി. അർഗോബ് പ്രദേശമെല്ലാം ഉൾപ്പെടുന്ന ബാഷാൻ മുഴുവനും റാഫാകളുടെ ദേശമെന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഗഷുറൂക്കാരുടെയും മക്കാത്തുകാരുടെയും അതിർത്തി വരെയുള്ള അർഗോബ് പ്രദേശം മുഴുവൻ മനാസയുടെ പുത്രൻ യായിർ പിടിച്ചെടുത്ത് അവ തൻ്റെ പേരിനോട് ചേർത്ത് ബാഷാൻ ഹവോത്ത് യായിർ എന്ന് വിളിച്ചു. ഈ ദിനം വരെയും അങ്ങനെ തന്നെ. മാക്കീറിന് ഞാൻ ഗിലെയാദ് കൊടുത്തു. റൂബൻകാർക്കും ഗാദുകാർക്കും ഞാൻ കൊടുത്തത് ഗിലെയാദ് മുതൽ അർണോൺ അരുവിയുടെ മധ്യം വരെയും അമോന്യരുടെ അതിർത്തിയായ യാബോക്ക് അരുവി വരെയുള്ള ഭൂവിഭാഗവും കിന്നരത്തു മുതൽ കിഴക്കോട്ട് പിസ്കായുടെ ചരിവുകൾക്ക് താഴെ ഉപ്പുകടലായ അറബ കടൽ വരെയും ജോർദാനും ഭൂവിഭാഗവും സമതലവും ആയിരുന്നു. അക്കാലത്ത് ഞാൻ നിങ്ങളോട് ഇപ്രകാരം ആജ്ഞാപിച്ചു: കൈവശമാക്കാനായി ഈ ദേശം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾ ശക്തന്മാരായ എല്ലാവരും നിങ്ങളുടെ സഹോദരരായ ഇസ്രായേല്യരുടെ മുമ്പേ അണിനിരന്ന് മുന്നേറണം. എന്നാൽ നിങ്ങളുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും കന്നുകാലികളും, നിങ്ങൾക്ക് ധാരാളം കന്നുകാലികളുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിങ്ങളുടെ പട്ടണങ്ങളിൽ തന്നെ പാർക്കട്ടെ. നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരർക്കും കർത്താവ് വിശ്രമം നൽകുകയും നിങ്ങളുടെ ദൈവമായ കർത്താവ് ജോർദാൻ്റെ മറുകരെ അവർക്ക് നൽകുന്ന ദേശം അവരും കൈവശമാക്കുകയും ചെയ്യുന്നതുവരെയാണിത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവനവൻ്റെ കൈവശ ഭൂമിയിലേക്ക് നിങ്ങൾക്ക് മടങ്ങാം. അക്കാലത്ത് ഞാൻ ജോഷുവയോട് ഇപ്രകാരം കൽപ്പിച്ചു: ഈ 2 രാജാക്കന്മാരോട്
നിങ്ങളുടെ ദൈവമായ കർത്താവ് ചെയ്തതെല്ലാം നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. നീ കടന്നു ചെല്ലുന്ന ഇടത്തെ എല്ലാ രാജ്യങ്ങളോടും ദൈവം അപ്രകാരം തന്നെ ചെയ്യും. നിങ്ങളവരെ ഭയപ്പെടരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയായിരിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. മോശയുടെ വിഫലമായ പ്രാർത്ഥന. അക്കാലത്ത് ഞാൻ കർത്താവിനോട് ഇപ്രകാരം കനിവിരന്നു: കർത്താവെ, എൻ്റെ നാഥ, അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അങ്ങയുടെ ദാസനെ അങ്ങ് കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ. അങ്ങ് പ്രവർത്തിക്കുന്നത് പോലെയും ശക്തി പ്രകടമാക്കുന്നത് പോലെയും നിവർത്തിക്കുന്ന ദൈവം ആകാശത്തിലും ഭൂമിയിലും വേറെ ആരുണ്ട്? ഞാൻ കടന്നു ചെന്ന് ജോർദാൻ അക്കരെയുള്ള വിശിഷ്ടമായ നാടും ആ മനോഹരമായ മലനിരയും ലബനോനും കാണാൻ അങ്ങ് അനുവദിക്കണമേ. എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് എന്നെ ശ്രവിച്ചില്ല. കർത്താവ് എന്നോട് അരുൾ ചെയ്തു: മതി, ഇക്കാര്യത്തെക്കുറിച്ച് ഇനിയും എന്നോട് സംസാരിക്കുന്നത് നീ തുടരരുത്. പിസ്ഗാ ശൃംഗം കയറി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നിന്റെ ദൃഷ്ടികൾ ഉയർത്തി നീ തന്നെ നേരിട്ട് കണ്ടുകൊള്ളുക. എന്തെന്നാൽ ഈ ജോർദാൻ നീ കടക്കുകയില്ല. നീ ജോഷുവയെ അനുശാസിക്കുക, അവനെ ശക്തിപ്പെടുത്തുക, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. എന്തെന്നാൽ അവൻ ഈ ജനത്തിനു മുമ്പേ മുന്നേറും. നീ കാണുന്ന ദേശം അവകാശമാക്കാൻ അവൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ബേത്ത് പെയോറിന് എതിരെയുള്ള താഴ്വരയിൽ താമസിച്ചു. 87-ാം സങ്കീർത്തനം. ജനതകളുടെ മാതാവായ സിയോൻ. കൊറേഹ്യരുടേത് കീർത്തനം ഗീതം. വിശുദ്ധ സ്ഥലത്തിൻ്റെ ഗിരികളിലാണ് അവിടുത്തെ അടിസ്ഥാനം. യാക്കോബിൻ്റെ എല്ലാ നിവാസങ്ങളെയുംകാൾ അധികം സിയോൻ്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ നഗരമേ, നിന്നെപ്പറ്റി മഹനീയ കാര്യങ്ങൾ സംസാരിക്കപ്പെടുന്നു. സല. എന്നെ അറിയുന്നവരോടായി റാഹാബിനെയും ബാബിലോണിനെയും ഞാൻ പരാമർശിക്കുന്നു. ഇതാ ഫിലിസ്തീയെയും ടൈറിനെയും ഒപ്പം എത്യോപ്യയെയും. ഇവയോരോന്നും അവിടെ ജന്മമെടുത്തതാണ്. ഓരോ ആളും അവളിലാണ് ജന്മമെടുത്തതെന്ന് സിയോനെക്കുറിച്ച് പറയപ്പെടുന്നു. അത്യുന്നതൻ തന്നെയാണ് അവളെ സ്ഥാപിക്കുന്നത്. ജനസംഖ്യ എടുക്കുമ്പോൾ ഓരോരുത്തരും അവിടെ ജന്മമെടുത്തതായി കർത്താവ് കണക്കാക്കും. എൻ്റെ ഉറവകളെല്ലാം നിന്നിലാണെന്ന് നർത്തകരെ പോലെ അവർ പാടുന്നു.